വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ആമേൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 61 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങളെ വായിക്കാം. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധി വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ തിരുവചന ഭാഗങ്ങളെ ഒക്കെ നോക്കുമ്പോൾ ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനം പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ തളർന്നു പോകാതെ എഴുതിയ ഈ സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് എത്ര ബലമാണ് ദൈവമക്കളെ. ഈ തിരുവചന ഭാഗങ്ങളെ നമ്മൾക്ക് വായിക്കുമ്പോൾ എത്ര അനുഗ്രഹമാണ്. ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് ദാവീദ് രാജാവോട് എഴുതി വെച്ചെങ്കിലും ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അങ്ങ് മനസ്സിലായി പോകും. നമുക്ക് വേണ്ടി ഇനിയും തലമുറകൾക്ക് വേണ്ടി എഴുതി വെച്ച ഈ വചനഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ ഇത് എന്നോടാണോ ഈ വചനം പറയുന്നത്, ഇതെനിക്ക് വേണ്ടിയാണോ പറയുന്നത്, ഇതെൻ്റെ അനുഭവമാണോ പറയുന്നത്, ഇത് ഞാനാണോ കുറിച്ച് വെച്ച് എന്നൊക്കെ നമ്മുടെ മനസ്സിലങ്ങ് ഓർത്തു പോകും ദൈവമക്കളെ. അത്രമാത്രം നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ തിരുവചനം, നമ്മുടെ വിശ്വാസത്തിൽ ബലമേകുന്ന ഈ തിരുവചനം, ഗ്ലോറി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് എഴുതി വച്ചിരിക്കുന്ന ഈ വചനം തളർന്നു പോകാതിരിക്കാൻ, താങ്ങായി കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഈ വചനഭാഗങ്ങളൊക്കെ നമുക്ക് എത്ര അനുഗ്രഹ. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു. നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധി വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും. ആമേൻ. തടസ്സമില്ല, ഒരു തടസ്സവുമില്ല. ദാവീദ് രാജാവ് ഒരിടത്തും വീണുപോയില്ല. വീണെടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി എഴുതിയ മനോഹരമായ ഈ സങ്കീർത്തന ഭാഗങ്ങൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വരും തലമുറകൾക്കും എത്ര അനുഗ്രഹമായിരിക്കുന്നു. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇനിയൊരു മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളെങ്കിലും അതിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രം, ആമേൻ, എൻ്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ നേർച്ച നേരെന്ന് പറയുന്നുണ്ട്. നേർന്നാലത് കൊടുത്തിരിക്കണമെന്ന് പ്രമാണപുസ്തകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു. ഇതേ ദാവീദ് രാജാവ് പറയാ, എൻ്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ, സ്തോത്രം. സമാധാനത്തിൻ്റെ ദൈവമേ, അങ്ങ് കൂടെ ഇരിക്കണമേ. നിന്റെ തിരുസന്നിധിയിൽ ഏറ്റവും മനോഹരമായൊരു സാക്ഷിക്ക് കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തിരുവചനമൊക്കെയും കർത്താവേ ഞങ്ങളുടെ കാലും ദൈവവും പാതയ്ക്ക് പ്രകാശവുമാണ് കർത്താവേ. നിന്റെ തിരുവചനം ഞങ്ങളുടെ അണ്ണാക്കിന് എത്ര മധുരം. എൻ്റെ കർത്താവേ, ഈ തിരുവചനം ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന വചനം. എൻ്റെ കർത്താവ്, ഉണങ്ങിയ അസ്ഥികളെ ജീവനെ കൊടുത്ത വചനം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരുവചനത്തിലെ ആത്മസത്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കിക്കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, അന്ത്യത്തോളം കർത്താവിനെ കീർത്തിക്കുവാനും പ്രശംസിക്കുവാനും അടിയങ്ങൾക്ക് വേണ്ടത് എല്ലാ നന്മകളും ഒരുക്കി തന്ന് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയാക്കണേ കർത്താവേ. ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഏത് പ്രയാസത്തിലൂടെയാണ് നിന്റെ മകൾ കടന്നു പോകുന്നത്, അതിനകത്തെൻ്റെ കർത്താവിൻ്റെ വൻകരം നീട്ടി അനുഗ്രഹിക്കണമേ. ആമേൻ. സ്തോത്രം കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്നു കർത്താവിൻ്റെ കരം നിന്റെ മക്കളുടെ ഭവനത്തിലേക്ക് ഒന്ന് കർത്താവ് തൊട്ട് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ നാമ മഹത്വത്തിന് ഒരുക്കണമേ.
കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.